നല്ല കൊമ്പം മീശയും കുടവയറുമൊക്കെയുള്ള മാവേലി. നല്ല ഒന്നാന്തരം ഒരു മാവേലിയാണ്. പക്ഷെ ശരിക്കും മാവേലി ഇങ്ങനെ ആയിരുന്നിരിക്കുമോ? കുടവയറും കൊമ്പും മീശയുമൊക്കെയുള്ള ഒരാളായിരുന്നിരിക്കുമോ മാവേലി? കുടവയറൊക്കെയുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ആളാണ് മാവേലി എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതെൻ്റെ സംശയമല്ല കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ഇവിടെയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനാണ് ഇത്തരത്തിൽ ഒരു സംശയം തോന്നിയത്. മാവേലിക്ക് ഇത്രയും കുടവയർ ഉണ്ടാകുമോ? സാധാരണ നമ്മൾ ചിത്രങ്ങളിൽ കാണാറുള്ളത് പോലെ വലിയ കൊമ്പും മീശയും കുടവയറുമൊക്കെയുള്ള ഒരാളാണ് മാവേലി എന്ന് തോന്നുന്നില്ല. പഴയ കാലത്തെ പുരാണങ്ങളിലൊക്കെ തന്നെയും അങ്ങനെ ഒരാളാണ് മാവേലി എന്ന് എവിടെയും പറയുന്നതുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഇത്തരം ചിത്രങ്ങൾ വന്നത് എന്നുള്ളൊരു സംശയമാണ് ഇവിടെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായ കൊണ്ടോടി മണികണ്ഠൻ എന്ന ആൾക്ക് തോന്നിയത്. എന്തായാലും അദ്ദേഹം അതൊരു പ്രമേയമായി അവതരിപ്പിച്ചു, ബ്ലോക്കിൽ അവതരിപ്പിച്ചു. അതെല്ലാവരും കൂടി ചേർന്ന് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളല്ല, അങ്ങനെ ഒരു ചിത്രമല്ല പുറത്തേക്ക് വരേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമ്മളോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് അംഗം തന്നെ ചേരുകയാണ്. എന്താണ് അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള കാരണം? അങ്ങനൊരു പ്രമേയം കൊണ്ടുവരാൻ കാരണം ഈ പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വളരെ കാലം മുതൽ ഈ ഫ്ലെക്സിൻ്റെ വരവോടുകൂടി മഹാബലിയുടെ ചിത്രങ്ങൾ, ഉണ്ടക്കണ്ണുകളും കുടവയറും കൊമ്പൻ മീശയുടെ ചിത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ പതിയുന്നതിനോടൊപ്പം അതിനെതിരഭിപ്രായം ഉയർന്നു വന്നു. നാലാൾ കൂടുന്നിടത്ത്, പ്രത്യേകിച്ച് ഓണക്കാലത്ത് ഇത്തരം ഇത് യോജിച്ചതാണോ എന്നുള്ള ഒരു സംശയവും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം പൊതുജനമെന്ന നിലയിൽ, അക്കാലത്ത് പൊതുജനങ്ങളിൽ ഒരാളെന്ന നിലയിൽ എൻ്റെ മനസ്സിലും ഉണ്ടായി. അങ്ങനെ അത് വളർന്ന് ആ ജനങ്ങളുടെ ആഗ്രഹം ഒരു പ്രാദേശിക സർക്കാരായ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗമായി പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഉപയോഗിക്കാമെന്ന് കരുതി സഹപ്രവർത്തകരോട് സംസാരിച്ചു. അവരുടെ അനുവാദത്തോടെ, സമ്മതത്തോടെയും അവരുടെ അംഗീകാരത്തോടു കൂടി ആ ചിത്രത്തിനൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ഇടവന്നതാണ്. പ്രമേയം എല്ലാവരും ഐക്യകണ്ഠേന പാസ്സാക്കുകയാണ് ചെയ്തല്ലേ? എല്ലാവരും ഐക്യകണ്ഠേന ഒരേ മനസ്സോടുകൂടി അംഗീകരിക്കുകയും പാസ്സാക്കുകയും അതിൻ്റെ കടലാസ് പണികൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പം സർക്കാരിന് അയച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നല്ലേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ്. അത് അംഗീകാരത്തിന് വേണ്ടി ഞങ്ങൾ അയച്ചിരിക്കുകയാണ്. അത് അംഗീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്താണ് ഈ പ്രമേയത്തെ പിന്താങ്ങിയ ആളുകളാണല്ലോ. അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. ഇങ്ങനൊരു പ്രമേയം കൊണ്ടുവന്നതിൽ ഞങ്ങൾ ആദ്യമായി നമ്മുടെ മണികണ്ഠൻ മെമ്പറിനെ, അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻറ്റ്, മെമ്പർമാരെല്ലാവരും ഒറ്റക്കെട്ടോടെ ഐക്യതയോടെയാണ് അത് സ്വീകരിച്ചതും അത് പാസ്സാക്കിയതും. മാവേലി ഒരു ഹെൽത്തി കുട്ടനാണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ കാണുന്നത് പോലെ കുടവയറൊന്നുമുള്ള ആളല്ല എന്നാണ് നമ്മൾ അങ്ങനെ ആയിരിക്കും മാവേലി എന്നുള്ളതാണെന്ന് തോന്നുന്നല്ലേ നമ്മുടെ സങ്കല്പം. അതിന് വിപരീതമായൊരു ചിത്രമാണെന്ന് തോന്നുന്നു പുറത്തു വരുന്നതല്ലേ? ഉറപ്പായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിലാണ്. ഇത്തരമൊരു വിഷയം നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ, ഇല്ലെങ്കിൽ ഞങ്ങളൊരു ജനസമൂഹത്തിലേക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേവലം മതചിന്താദികളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ വളച്ചൊടിക്കാതെ സാംസ്കാരിക കേരളത്തിന്, അതിലുപരി ആരോഗ്യ കേരളത്തിന് ഏറ്റവും മാതൃകാപരമായിട്ട് ഈ പ്രമേയം മുന്നിൽ വന്ന് ഇതിൻ്റെ പൂർണ്ണമായി ഞങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനം ഇതിനെ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ട്. ഇങ്ങനെ ഒരു പ്രമേയം വന്നപ്പോൾ എന്ത് തോന്നി? സാംസ്കാരികമായിട്ട് നിൽക്കുന്ന ഒരിടം കൂടിയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ സാംസ്കാരികമായിട്ട് നിൽക്കുന്ന മെമ്പറുടെ ഒരു തീരുമാനം അനുസരിച്ച് ഒരു പ്രമേയം വന്നപ്പോൾ ആ പ്രമേയത്തെ പരിപൂർണമായിട്ട് പിന്തുണച്ച് അദ്ദേഹത്തോടൊപ്പം നിന്ന് സർക്കാരിൻ്റെ ഒരു ഉത്തരവിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉചിതമായിട്ടുള്ളൊരു നടപടിയിലേക്ക് ഇത് വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പഞ്ചായത്തിലെ എല്ലാ ആളുകളും പിന്താങ്ങിക്കൊണ്ടാണ്, എല്ലാ അംഗങ്ങളും പിന്താങ്ങിക്കൊണ്ടാണ് ആ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെന്തായാലും. അപ്പോൾ സർക്കാരിൻ്റെ പൊതുപരിപാടികൾ, ഓണപ്പരിപാടികളിലൊക്കെ തന്നെ നിലവിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള കുടവയറും വലിയ കൊമ്പും മീശയും ഉണ്ടക്കണ്ണുമൊക്കെയുള്ള ഒരു മാവേലിക്ക് പകരം ആരോഗ്യവാനായ, കുറച്ചുകൂടി കുടവയറൊന്നുമില്ലാത്ത, കാരണം മാവേലി എന്ന ഒരു സങ്കല്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിട്ടൊക്കെയാണ്, ഒരു രാജാവ് എന്നൊക്കെയുള്ള ഒരു സങ്കല്പമാണ് മാവേലിയെക്കുറിച്ചുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ശരീരപ്രകൃതത്തിലുള്ള ഒരു ചിത്രം അത് കൊണ്ടുവരണം എന്ന് തന്നെയാണ്
ഇവർ ആവശ്യപ്പെടുന്നത്. പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ബ്ലോക്ക് പഞ്ചായത്ത് കൂടി ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ടേക്ക് വച്ചിരിക്കുന്നതെന്നാണ് പ്രമേയം അവതരിപ്പിച്ച മണികണ്ഠൻ എന്ന അംഗവും എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ. സർക്കാർ എന്ത് തരത്തിലുള്ള തീരുമാനമാണ് എടുക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇനി കുറച്ച് ദിവസം കൂടി ഇനി ഓണത്തിനുള്ളൂ. അടുത്ത മാസമാണ് എന്തായാലും ഓണം വരാനിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഓണം വാരാഘോഷ പരിപാടികളിലടക്കം ഈ ഒരു മാറ്റം ഏത് തരത്തിലായിരിക്കും വരിക എന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. ഏതായാലും സർക്കാർ പ്രതിനിധികൾ ഇത് കാണുകയാണെങ്കിൽ കൃത്യമായ ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.